കൊല്ലത്ത CPM ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു. CPMന്റെ വർഗീയ നിലപാടുകൾ കാരണമാണ് പാർട്ടി വിട്ടതെന്നും ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമാണെന്നും സുജ പറഞ്ഞു. സാദിഖ് അലി തങ്ങളിൽ നിന്ന് സുജ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. തെക്കൻ കേരളത്തിൽ ഒരു പുതിയ പ്രതിഭാസമുണ്ടാകുകയാണെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. CPMന്റെ കപട വർഗീയത എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മതനിരപേക്ഷതയിൽ ഊന്നിയ പ്രവർത്തനമായിരുന്നു അവരുടെ പ്രവർത്തനം. ആ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നതും പ്രവർത്തിച്ചു വന്നതും. ഇന്ന് അതിൽ വെള്ളം ചേർക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതും അതോടൊപ്പം നമ്മളെ ജില്ലയിലെ ചില നേതാക്കളുടെ ധാർഷ്ട്യവുമാണ് ഞാൻ ഈ മുസ്ലിം ലീഗിലേക്ക് വരാൻ എന്നെ ചെയ്ത കാര്യത്തിലെത്തിച്ചത്. നിരുപാധിക പിന്തുണയുമായിട്ടാണ്. ഒരു പുതിയ ഒരു പ്രതിഭാസമാണ് തെക്കൻ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്ന ഒരു പ്രതിഭാസമാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ശ്രീമതി സുജാ ചന്ദ്രബാബു അവർ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവ്, എക്സിക്യൂട്ടീവ് മെമ്പർ ഒക്കെ ആയി പ്രവർത്തിച്ചിട്ടുള്ള വളരെ സജീവമായ ഇടതുപക്ഷ. ലിജോ റോൺസുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, അപ്രതീക്ഷിതമായിരുന്നു സുജയുടെ പാർട്ടി മാറ്റം. എന്തൊക്കെ ആരോപണങ്ങളാണ് സുജ CPMനെതിരെ ഉന്നയിക്കുന്നത്? ജിൽസി 30 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാണ് സുജാ ചന്ദ്രബാബു ഇപ്പോൾ മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നത്. CPMന്റെ രണ്ടാം തവണയാണ് ജില്ലാ കമ്മിറ്റി അംഗമായി സുജാ ചന്ദ്രബാബുവിനെ ഈ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലെ, അതായത് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്തത്. കൊട്ടാരക്കരയിൽ വെച്ചായിരുന്നു ആദ്യമായി ചേർന്നത്. വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയായിരുന്നു നടന്നത്. അതായത് CPM നേതാക്കൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതിന് പ്രധാന കാരണം. അത് ചോദിക്കുമ്പോൾ താൻ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമെന്നാണ് പറഞ്ഞത്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ 3 തവണ അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. മാത്രവുമല്ല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വന്ന ഒരാളായിരുന്നു. പൊടുന്നനെ പാർട്ടി വിടുന്ന ഒരു കാര്യം പറയുന്നത്, അതായത് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ആ പഴയ ഒരു നിലപാടുകളല്ല, ചില നേതാക്കളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജില്ലയിലെ പാർട്ടി പ്രവർത്തനം പോകുന്നത്. പഴയ പറഞ്ഞിരുന്ന വർഗീയ വിരുദ്ധ നിലപാടുകളിൽ നിന്നെല്ലാം CPM ഇപ്പോൾ വ്യതിചലിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി ഉന്നയിച്ചത്. പക്ഷെ അതല്ലാത്ത ചില കാര്യങ്ങളെ, അതായത് യാതൊരു തരത്തിലുള്ള ഈ കൃത്യമായ കാരണങ്ങളില്ലാതെ പല സ്ഥാനങ്ങളിൽ നിന്നും ഇവരെ മാറ്റി നിർത്തിയതായി പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പല നേതാക്കളും പറയുന്നുണ്ട്. ജില്ലയിലെ പാർട്ടി, അതായത് CPM ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. അതിന് പിന്നാലെയാണ് ഒരു നേതാവ്, അതായത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സുജാ ചന്ദ്രബാബു, അഞ്ചൽ മേഖലയിലെ CPMന്റെ ശക്തിയായ ഒരു പ്രവർത്തകയാണ്. 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. അവർ പാർട്ടി വിടുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് തീർച്ചയായും അതൊരു ക്ഷീണമുണ്ടാക്കും. ഇനി തുടർ നടപടികൾ എന്താണെന്നുള്ളത് അവരുടെ ഭാഗത്ത്, അതായത് താൻ യാതൊരു തരത്തിലുള്ള ഉപാധി വയ്ക്കാതെയും യാതൊരു വാഗ്ദാനങ്ങൾ സ്വീകരിക്കാതെയുമാണ് പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് സുജാ